ദിവസം കഴിഞ്ഞ നമ്മുടെ കാത്തിരിപ്പ് അർജുൻ ചേട്ടന്റെ ലോറി കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും സന്തോഷം എനിക്ക് തോന്നുന്നില്ല, സമാധാനം മാത്രമേ ഇതിൽ തോന്നുന്നുള്ളൂ. സന്തോഷിക്കാനുള്ള ഒരു ദിവസമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഭയങ്കര വിഷമമുള്ള ദിവസമാണ്. 71 ദിവസം പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചെറിയൊരു പോരാട്ടമല്ല. രാവും പകലും ഫാമിലിനെ വിട്ട് പണങ്ങൾ നഷ്ടപ്പെടുത്തി, സമ്പാദിക്കാൻ വലിയ കോടീശ്വരനൊന്നും ഇല്ല ഞാൻ. ആ സമ്പാദ്യം നഷ്ടപ്പെടുത്തിയിട്ടും ഒരാളെ ഐഡന്റിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ട്, അത് അർജുന്റെ ഐഡന്റിറ്റി ആയിക്കോട്ടെ മനാഫിന്റെ ഐഡന്റിറ്റി ആയിക്കോട്ടെ, ഇത് കണ്ടെത്തൽ ആവശ്യമായി പോയി. തീർച്ചയായിട്ടും അത് കണ്ടെത്തി. ഞാൻ പലവട്ടം പറഞ്ഞ കാര്യമാണ്, അർജുന്റെ ബോഡി അതിന്റെ ഉള്ളിലുണ്ട്, അർജുൻ അതിന്റെ ഉള്ളിലുണ്ട്. ആ അർജുൻ ഇന്നിപ്പം നമുക്ക് തിരിച്ചു കിട്ടി. നാളെ ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മൾ അർജുനായിട്ട് കേരളത്തിലേക്ക് പുറപ്പെടും. അത് ഞാൻ ആ അർജുന്റെ അമ്മക്കും അച്ഛനും കൊടുത്തൊരു വാക്കേന്. ആ കുട്ടീനെ ഞാൻ, അർജുന്റെ അമ്മ ഒരു 4 ദിവസം മുമ്പ് മോന്റെ ഒരു വീഡിയോ അർജുന്റെ കൂടെ ഉള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് കണ്ടോട് കൂടിയിട്ട് തന്നെ ഞാൻ ആകെ പതറിപ്പോയിന്. ആ കുട്ടി വലുതാവുമ്പോ ചോദിക്കുമല്ലോ, എവിടെ അച്ഛനെ കണ്ടെത്താൻ നിങ്ങൾ എന്തേ ശ്രമിക്കാഞ്ഞെന്ന്. അതിനുള്ള ഉത്തരം ഞാൻ കാണിച്ചു കൊടുത്തു, കണ്ടെത്തി. അതിലൊരു സമാധാനമുണ്ട്. എല്ലാരും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ കൂടെ നിൽക്കുക. ഒരു പ്രശ്നത്തില് കൈ ഒയ്യരുത് ആരോ. അങ്ങനെ ഇന്ന് എനിക്കുള്ള പ്രശ്നമാണിത്. നാളെ വേറെ നിങ്ങളെ കാണുന്ന ഈ ചാനൽ കാണുന്ന ആളുകൾക്ക് ഇതേ അനുഭവം വരും. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഇതേമാതിരി 100,000 മനാഫന്മാരുണ്ടാവണോ, പൊരുതണോ, തോറ്റു കൊടുക്കരുത്. ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ശരിക്ക് മനസ്സോടെ ഒരു ഇത് തന്നെ പറയാം. കാരണം നമ്മൾ തുടക്കം മുതൽ ഇവിടെ തന്നെ കഷ്ടപ്പെട്ട്. അതെ.